ഹലോ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ലോഗ്. അപ്പോൾ ഇന്ന് കുറച്ച് വീക്കെൻഡിലെ ആക്ടിവിറ്റീസ് അല്ലാതെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഫണ്ണുമാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗിൽ മൊത്തം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ധന്യ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ്. കൊട്ടിയത്ത് അത്യാവശ്യം ഭയങ്കര വെയിലുണ്ട് കേട്ടോ. അവിടെ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ. അപ്പം ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഡബ്ബാണ് കേട്ടോ. ഈ സോപ്പ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഫേസ് വാഷിന് പകരം ഡബ്ബാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ മണം കുറഞ്ഞ പത കുറഞ്ഞ അങ്ങനത്തെ സോപ്പാണ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് നല്ലത്. ഇവിടെ ഇഷ്ടം പോലെ ബിസ്ക്കറ്റ്സിൻ്റെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അന്നേരം അവൾക്ക് ക്രീം ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് വീക്കെൻഡ്സിലൊക്കെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ചാണ് സാധനങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് മേടിക്കുന്നത് പല പല ഷോപ്പിൽ നിന്ന്. അപ്പോൾ ചില ഷോപ്പിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഓഫേഴ്സ് കാണത്തില്ല. പിന്നെ ഞാൻ മേടിക്കുന്നത് എൻ്റെ ഉപ്പാണ് കേട്ടോ. ഉപ്പ് സ്പ്രിങ്കിളിൻ്റെ ഉണ്ട്, ടാറ്റയുടെ ഉണ്ട്. അപ്പോൾ പരലുപ്പാണ് ഞാൻ മേടിക്കുന്നത്. ഞാൻ നേരത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നെഗറ്റീവ് എനർജീസിന് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പരലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ വീട്ടിലൊരു കോർണറിൽ പരലുപ്പിട്ട് വെക്കുന്നതും. അപ്പോൾ അതിന് വേണ്ടി എപ്പോഴും അത്യാവശ്യം ഇത് വേണ്ടി വരും. ഇനി അടുത്ത റാഗി, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചു. ഈയിടെ ഞങ്ങളൊരു ബേബീനെ കാണാൻ പോയപ്പം അവനൊരു റാഗി കുറുക്ക് ഇങ്ങനെയില്ലേ, അതൊക്കെ കാണുമ്പോൾ സാത്തുക്കുട്ടിക്ക് ഭയങ്കര കൊതി ഇതൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ റാഗി മേടിച്ചു. ഇനി അടുത്തത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് വേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ ബിരിയാണി റൈസ്. റെഗുലർ ബിരിയാണി ഉണ്ട്, ഇവിടെ പ്രീമിയം ഉണ്ട്. ഞാൻ റെഗുലറാണ് മേടിക്കുന്നത്, പക്ഷേ അത്യാവശ്യം നല്ലതാണ് കേട്ടോ, കുഞ്ഞ് റൈസാണ്. അപ്പം അതെല്ലാം മേടിച്ച് കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി അടുത്തത് അതിൻ്റെ ഇപ്പുറത്തും വേറൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. എനിക്ക് തോന്നുന്നു തന്നെ നമ്മൾ വെജിറ്റബിൾസ് മേടിക്കാൻ നേരം എനിക്ക് അത്ര ഫ്രഷായിട്ട് തോന്നാറില്ല. അപ്പം ഞാൻ ഇപ്പുറത്തുള്ള സുപ്രീമായിരുന്നോ അല്ലല്ലോ, സൂര്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അവിടെ അത്യാവശ്യം ഭയങ്കര റഷാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ എടുക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ദേ ഇവിടെ ഇരിക്കുന്നു. അതെ, കുട്ടികളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഞാൻ സാത്തിക്കുട്ടിയായിട്ട് വരാൻ നേരം സാത്തിക്കുട്ടി അതിനൊരു ട്രോളിക്കകത്ത് ഇട്ട് ഇതെല്ലാം മാനേജ് ചെയ്തോളും. പിന്നെ ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ പൊന്തിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ വെച്ചു. അപ്പോൾ 3 പൊതിയായിട്ടോ, വലിയൊരു കേസിൽ 3 പൊതിയായിട്ട്. ഇതാണ് എൻ്റെ വണ്ടിയിൽ. ഈ വണ്ടി എന്ന് വിചാരിച്ചാൽ ഇനി വരില്ലേ, എൻ്റെ ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. ഇപ്പോൾ കുറേ വർഷമായി, ഇപ്പോൾ 5 വർഷമായി എൻ്റെ വണ്ടി മേടിച്ചിട്ട്. ഈ വണ്ടിയിലാണ് വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇങ്ങനെ സാധനങ്ങളും മേടിച്ച് നമ്മുടെ ലൈഫിൽ പല പല മൂമെൻറ്റ്സ് ഒക്കെ കടന്നു പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേക ഒരു ഇൻറ്റിമസി. അതുപോലെ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് അടുക്കിക്കകത്ത് നിറയ്ക്കണം. ഇതാണ് എൻ്റെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് കുറേയൊക്കെ പൊളിഞ്ഞ് പൊടിയൊക്കെ ആയി കേട്ടോ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഫ്രണ്ടിൽ തൂക്കത്തേ ഉള്ളൂ. പിന്നെ എൻ്റെ ബാഗ് ഞാൻ തോളിലും തൂക്കും. ഇത് അവിടെ വന്നതിന് ശേഷം ഞാൻ സത്യക്കും അന്നേരം ഞാൻ സാത്തിക്കൊരു യാക്കാം. സാത്തിക്ക് അപ്പം ലഡ്ഡു കഴിക്കണം. അങ്ങനെ അടുത്ത കടയിൽ പോയി ലഡ്ഡു കഴിച്ചു. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഞങ്ങളുടെ വീക്കെൻഡ്സ് മൊത്തം കേട്ടോ. ലഡ്ഡു കഴിച്ചപ്പോൾ എന്തൊരു ഹാപ്പി ആയിരുന്നു എന്നറിയാമോ. അവർക്ക് ഇല്ലാത്തൊരു സാധനം പെട്ടെന്ന് ഞാൻ മേടിച്ച് കൊടുക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് മേടിച്ചപ്പോൾ ഉള്ള ഒരു സന്തോഷം എനിക്കറിയത്തില്ല. ഇത് സത്യക്കുട്ടി ഏറ്റവും ഹാപ്പി ആയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നി. അപ്പം 10 ലഡ്ഡു ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് എത്ര ലഡ്ഡുവാണ് ഞങ്ങൾ ബാക്കി വെക്കുന്നതെന്ന് നോക്കാം. എനിക്ക് ഈ ഡെലിവറിക്ക് മുമ്പൊക്കെ എനിക്ക് മധുരം തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ മധുരം കഴിക്കത്തില്ലായിരുന്നു. എനിക്കെന്തും ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞു, ഡെലിവറിയൊക്കെ കഴിഞ്ഞു. എനിക്കറിയത്തില്ല എന്തോ വലിയ ഹോർമോൺ ചേഞ്ച് ആണോ എന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനുശേഷം ഞാൻ മധുരം കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഒത്തിരി ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഈ ലഡുവിനൊന്നും ഭയങ്കരമായിട്ടുള്ള ഇതൊന്നുമില്ല. അപ്പോൾ സോഫയിലിരുന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞ സോഫയിലെല്ലാം പൊഴിച്ചിടും. അങ്ങനെ ഞങ്ങൾ താഴെ സോഫയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴെ ഇരിക്കുന്നു. പിന്നെ ചൂടും കുറവൊന്നും ദിവസം നിലത്തിരിക്കാൻ നേരമാണല്ലോ. അന്നേരം ഞാൻ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നത് തീരെ ഹെൽത്തി അല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. ഫ്രൂട്ടിയും ചീറ്റൂസും. ഇവക്ക് ചീസിൻ്റെ ബോൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലപ്പോഴേ മേടിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞു 10 രൂപയുടെ ഫ്രൂട്ടി, ഇത് 2 കാർഡും ഞങ്ങളുടേത്. അപ്പോൾ 2 പേർക്കും മേടിക്കാൻ നേരം ഒരേപോലെ മേടിക്കും. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് കണ്ടോ സത്യയുടെ സന്തോഷം. അപ്പോൾ ഫ്രൂട്ടി ആണോ ഫസ്റ്റ് പൊട്ടിക്കേണ്ടത്, ചീറ്റൂസാണോ? അപ്പോൾ അവൾ എനിക്ക് ക്ലാസ് തരുവാണ്, ഫസ്റ്റ് ചീറ്റൂസ് കഴിച്ചിട്ട് വേണം. അപ്പോൾ നമുക്കൊരു ദാഹം ഉണ്ടാക്കാൻ നേരം നമുക്ക് ഫ്രൂട്ടി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ പൊട്ടിക്കുന്നുണ്ട്. സാത്തി ഇവിടെ പൊട്ടിക്കുന്നതെന്ന് കണ്ടിട്ട് ഇതിൽ അപ്പോഴത്തേക്ക് അവൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ട് ബഹളം കിടക്കും. അതിനായിട്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കും കേട്ടോ. ഇതൊക്കെ രസം, നല്ല രസം. ഇത് സ്ഥിരം നടക്കുന്ന കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ഒന്നെങ്കിൽ ഈ കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ വല്ല ബിസ്ക്കറ്റോ അതല്ലെങ്കിൽ ന്യൂഡിൽസ് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കും, എന്നിട്ട് കഴിക്കും.
പിന്നെ അമ്മ വരുവാണെങ്കിൽ ഈ നാടൻ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ദേണ്ട ഇങ്ങനത്തെ കച്ചറ നമുക്കൊന്നും കഴിയും. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് സോൾട്ട് പെപ്പർ അത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ കളിക്കും. കളിച്ചുകൊണ്ടിരിക്കാൻ നേരം എന്തായിരുന്നു ഈ ഗെയിമിൻ്റെ പേര്, അവിടെ തന്നെ ഇരുന്ന് ഓരോന്നും പറയും. അപ്പം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടിച്ച് കളയണം, അതൊക്കെയാണ്. അപ്പം ഞാൻ ഇനി അടുത്തത് ലാസ്റ്റ് റൗണ്ടായിട്ട് ഇനി ഫ്രൂട്ടി. അപ്പോൾ ഫ്രൂട്ടി കുടിക്കാൻ നേരം അവൾ എന്തിനാ ബാക്കിലോട്ട് പോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അവൾ സ്ട്രോ എടുക്കാൻ വേണ്ടി പോയി, പക്ഷേ സ്ട്രോ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്കൊന്ന് നേരത്തെ കണ്ട് അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന മുമ്പ് ചിയേഴ്സ് പറയുന്നൊരു ഇതുണ്ട്, സമ്പ്രദായമുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ ഏതാണ്ട് ആ ഒരു സ്റ്റൈലും എടാ. 10 ലഡുവിന് ഇനി 3 ലഡു ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി 7 ലഡു അകത്താക്കിയിട്ടുണ്ട്. ഇനി ഇത് അമ്മയ്ക്ക് വെച്ചേക്കാം. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങൾ തരാം. റാഗി, ഗുഡ് നൈറ്റ്, പിന്നെ കുഞ്ഞ് ലൈബോയ്. ഈ കുഞ്ഞ് ലൈബോയ്ക്ക് എന്തിനാണ് മേടിച്ചതെന്ന് അറിയാമോ? നമ്മുടെ ടബ്ബ് കഴുകാൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ ലൈബോയ് സോപ്പിലാണ് ഞാനിപ്പോൾ ടബ്ബൊക്കെ കഴുകുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, നെയ്യ്, പൊട്ടറ്റോ, ടൊമാറ്റോ, ഇത് കുക്കുംബർ, ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ബോക്സിനകത്ത് ആക്കി, പിന്നെ സോഡയും കൂടെ മേടിച്ച് വെച്ചേക്കും കേട്ടോ. ആക്കി ഞാൻ എല്ലാം ഫ്രിഡ്ജിലേക്ക് ഇട്ടാക്കി. അന്നേരത്തേക്ക് എയർ ഫ്രയറിനകത്ത് മീൻ വറുത്തതെല്ലാം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തണുത്തതിന് ശേഷം ഞാനെടുത്ത് മാറ്റിയിട്ട് ഇതും കൂടെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് രാത്രിത്തെ ഏർപ്പാട്. കുക്കിംഗ് ഒക്കെ കഴിയുന്നത് വീക്കെൻഡ്സിൽ ഞാനങ്ങ് കുറയ്ക്കും. ചില സമയം നമുക്ക് ഡിഷസ് ബിരിയാണി ഞാൻ ഇപ്പം വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടുത്തെ ചില സമയം മീൻ കിട്ടാറില്ല. അപ്പോൾ ചിക്കനായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ ചിക്കൻ മേടിക്കാൻ നേരം ഓൾറെഡി ബിരിയാണി റൈസ് ഞാൻ സ്റ്റോക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ബിരിയാണി അങ്ങ് ഉണ്ടാക്കും. ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ. ഒരു വീക്കെൻഡിൽ ഞാൻ കുറേ ഷഫിൽ ചെയ്തിട്ടുള്ള വീക്കെൻഡ്സാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവക്ക് പല്ലുവേദന, ചെവി വേദന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞ് മിക്ക വീക്കെൻഡ്സിൽ ഞങ്ങൾ ഹോസ്പിറ്റലാവും. അപ്പോൾ അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഇരിക്കാൻ നേരം ഞാൻ പറഞ്ഞു മൊബൈലൊന്നും വേണ്ട, അവർക്ക് ഫെയറി ടെയിൽസിൻ്റെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ അത്യാവശ്യം വായിക്കാനൊക്കെ പഠിക്കുന്നൊരു സമയമാണല്ലോ. അന്നേരം അതുകൊണ്ട് ഞാനിത് വായിപ്പിക്കുക. എന്തോ ഒരു മൂഡുണ്ടോണ്ട് അവൾ വായിക്കുവാണ് കേട്ടോ. ഇപ്പം ഉണ്ടല്ലോ, പണ്ട് അവൾ കിടക്കാൻ നേരം എന്തെങ്കിലും ഒരു സ്റ്റോറി വായിക്കുന്നതാണെങ്കിൽ, ഇപ്പം ആണെങ്കിൽ ഭയങ്കര മടി പിടിച്ചിട്ട് ഇതൊന്നും വായിക്കത്തില്ലെന്നേ. അവസാനം ഈ ബുക്ക് കൊണ്ടുവന്ന് ഞാൻ തന്നെ ഇരുന്ന് വായിക്കേണ്ട ഒരു ഗതികേടാണ്. ഞാൻ എന്നിട്ട് വായിച്ചിട്ട് ഓരോ കഥ ഇങ്ങനെ വായിച്ചിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന കണക്കൊക്കെ ഞാനിങ്ങനെ അഭിനയിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ സ്റ്റോറി ഞാൻ പറയും, അറിയണമെങ്കിൽ കൊള്ളാം, നമ്മൾ വായിച്ചാൽ അത് അറിയാൻ പറ്റൂ. വായിച്ച് പഠിച്ചോ, അതിൻ്റെ കഥ എന്താണെന്ന് നീ വായിച്ച് മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു കേട്ടോ. രാവിലെ 7 മണിയായപ്പം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ പൊറോട്ടയും കടലക്കറിയും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും ബീഫും കൂടെ കഴിക്കണമെന്ന് വിചാരിച്ചുള്ളൊരു ലക്ഷ്യത്തിനാണ് പോയത്. പക്ഷെ നടന്നില്ല. അവൾക്ക് 2 പൊറോട്ട, എനിക്ക് 1 പൊറോട്ട. ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി ഒരു ദോശ കഴിച്ചു. എങ്കിലും നമ്മൾ കുറേ അവിടെ ഇരുന്ന് സെറ്റൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങ് വിശപ്പായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ നേരം ഭയങ്കര ഒരു അലച്ചിലായിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഇത്ര ചൂടും വെയിലും ഒക്കെ കൊണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഫുഡിങ് അവിടെ കുറേ സ്ഥലമുണ്ട്. ഇനി ഞാൻ ഒരു സ്ഥലവും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് അവിടുത്തെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഇവിടെ നിന്നാണ് വീട്ടിൽ ഊണ് മേടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബെസ്റ്റ് എന്താണ് വീട്ടിൽ ഊണ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു കറിയും പിന്നെ കൂട്ടാനും ഒക്കെ സൂപ്പറാണ്. മീൻകറിയൊക്കെ എന്തൊരു ടേസ്റ്റാണ്. മീൻകറി ആയാലും സാമ്പാറാണെങ്കിലും പരിപ്പാണെങ്കിലും മോരാച്ചതാണെങ്കിലും ഈ വീട്ടിലെ ഊണിലും ഭയങ്കരമായ ടേസ്റ്റാണ്. അപ്പോൾ ഒരു പൊതിക്ക് 70 രൂപയുള്ളൂ കേട്ടോ. ഞാനിരുന്ന് നോക്കുമായിരുന്നു എൻ്റെ ഒരു കോലം. ഇപ്പം വെളുപ്പിന് 3-3:30 വരെയാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് അവർ. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവളെ കൊണ്ടുപോകാൻ വേണം. അപ്പം ഞാൻ ഏതാണ്ട് മാടിത്തളർന്ന് കഞ്ചാവ് അടിച്ച കണക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭയങ്കര ക്ഷീണമാണേ നമുക്ക് ആ ദിവസം. നമ്മൾ രാത്രി സത്യം പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റുള്ള ജോലിയൊന്നും ഞാൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ, നമ്മുടെ ഹെൽത്തൊക്കെ പോകുന്നത്. ഇത് ഞങ്ങൾ വേറൊരു ദിവസം അതേ ഹോസ്പിറ്റലിൽ വന്നേ. അടുത്ത വീക്കെൻഡ് ഞാൻ പറഞ്ഞില്ല, കുറേ വീക്കെൻഡൊക്കെ ഉണ്ട്. അവളെ പല്ല് എടുത്തിട്ട് ആ ഒരു ഡേ ഫിക്സ് ചെയ്തത് ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് കണ്ടറിയാം, ഞങ്ങൾ ഡ്രസ്സ് വേറെ വേറെ ആയിരിക്കും, ലൊക്കേഷനൊക്കെ സെയിം ആണെങ്കിലും. അന്ന് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചതെന്ന് വിചാരിച്ച
വട. അവളുടെ ഫേവറേറ്റ് ഇടിയപ്പവും ഉള്ളിക്കറിയും. ആക്ച്വലി ഞങ്ങൾ നേരത്തെ കാണിച്ചില്ലേ പൊറോട്ടയും കടലക്കറിയും. ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയത് ഇടിയപ്പം കഴിക്കാനാണ്. ഒന്നാമത് ഞാൻ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കത്തില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടിയപ്പം, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ക്യാൻറ്റീനിലെ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2-3 ഇടിയപ്പമൊക്കെ കഴിച്ചോളും. എനിക്കാണെങ്കിൽ ഇതൊന്നും കഴിക്കാനൊരു മൂഡ് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾക്ക് 3:30 വരെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു വെളുപ്പിന് 4 മണിയാവും. പിന്നെ ഇവളെ കൊണ്ടുപോകണമെങ്കിൽ 7 മണിക്ക് നിൽക്കണം. അപ്പോൾ ഉറക്കം അവിടെ ശരിയാവുന്നില്ല. അപ്പം നമ്മുടെ ഫുഡ് ഒട്ടും ശരിയാവില്ല. അങ്ങനെ ഞങ്ങളുടെ ആശുപത്രിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അയ്യോ, ഇത് അവളെ കണ്ടോ, മാസ്ക്, ഗ്ലാസ്, തൊപ്പി എല്ലാം ഉണ്ട്. നിങ്ങൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര സ്റ്റൈല് കാണിക്കാനൊന്നും വിചാരിക്കരുത്, ഒരിക്കലല്ലേ. അവിടെ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ ഈ വണ്ടി ഇട്ടേക്കുന്നത്. അവിടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ദാണ്ട അവിടെ നിറയെ പൊടിയായതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ്, കാരണം ഗ്ലാസ് ഇട്ടില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല, അത്രയും വെയിലായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ കയറും. പിന്നെ മാസ്കും. ഇത് സാത്തിയുടെ സേഫ്റ്റി ബെൽറ്റാണ് കേട്ടോ. ഞങ്ങൾ കൊല്ലത്തോട്ടൊക്കെ പോകാൻ നേരം മസ്റ്റ് ഐറ്റമാണിത്. ഇതില്ലാണ്ട് ഞാൻ അവളെ കൊണ്ടുപോകത്തില്ല. കാരണം ചില സമയങ്ങളിൽ ക്ഷീണം കാരണം കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ റോഡിലേക്ക് വന്ന് വീണാലോ. ഇത് ഞങ്ങളുടെ കൊട്ടിയത്തെ വീട്ടിലെ ഊണാണ് കേട്ടോ. ഇവിടുത്തെ വീട്ടിലെ ഊണിന് 80 രൂപയാണ്. ഇതിൻ്റെ ഞാൻ പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞി കൂച്ച അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അവിടെ ഒരു പായയുടെ ഇതിലൊക്കെ. സാത്തിക്ക് പട്ടി, പൂച്ച ഇങ്ങനത്തെ പെറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവൾ അതിൻ്റെ അടുത്തെത്തും. അന്നേരം ഇനി കുറച്ച് നേരം സാത്തിക്കുട്ടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിവിടെയൊക്കെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ആ സ്ഥലം. ഇവിടുത്തെ വീട്ടിൽ കൊണ്ടും അത്യാവശ്യം കൊള്ളാമൊക്കെ ചെയ്യും. പക്ഷെ മറ്റേടുത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതിനകത്ത് ക്വാണ്ടിറ്റിയും ഭയങ്കര കൂടുതലാണ്. ഇവിടെ വറുത്ത മീനും കൂടെ കിട്ടും, 80 രൂപ. മറ്റേടുത്ത് 70 രൂപ, വറുത്ത മീനില്ല. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സിങ്. ഞാൻ എപ്പം പോയാലും ഇതേ കണക്കത്തുള്ള ഡ്രസ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചുരിദാർ സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറേ ഇല്ല. ഇതിൻ്റെ പല വെസ്റ്റേൺ ഫ്രോക്സിൻ്റെ പല മോഡലാണ് ഞാൻ ഇട്ടത്. അതിൻ്റെ ഇപ്പുറത്തൊരു ഇത് ആ പാനിനകത്ത് ചെളി വരുന്നൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ ഭയങ്കര ചെളി ആയതുകൊണ്ട് ഇടയ്ക്ക് ആ വണ്ടിയിൽ നിന്നൊക്കെ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മേടിച്ച് പപ്പടം ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. പക്ഷെ പപ്പടം ഒരു പാക്കറ്റിനകത്താക്കി തന്നില്ല. ഇത് അടുത്താണ്. അപ്പോൾ അടുത്താണ് ഞങ്ങൾ വന്നിട്ട് അവിടെയൊക്കെ നിരായിട്ട് ഇട്ടേക്കാണ്. അന്നേരം സാത്തിക്കുട്ടിയാണ് ഡോർ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഉത്തരവാദിത്തപരമായിട്ടുള്ള ജോലിയൊക്കെ എൻ്റെ കൊച്ചിൻ്റെ ആണ്. അത് എടുത്ത് ചെയ്തോളും. അന്നേരം ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ 1 വർഷം കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. സാത്തിക്കുട്ടി ഓപ്പൺ ചെയ്യാണ്. എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇതിൽ മാറ്റാറില്ലെന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ശരിക്കും ഉണ്ടല്ലോ തളർന്ന് കരി വാടിച്ചാണ് വരുന്നത്. ഫിൽറ്ററൊക്കെ ഇടുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതറിയാത്തത്. ബെല്ലേ സ്റ്റേജിൽ എൻ്റെ കൊച്ച് നേരെ ചെന്ന് കുളിച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണമുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിച്ച് കഴിയുമ്പോൾ ഒരു റിഫ്രഷിങ്ങാണ്. അത്രയും ചൂടായിരിക്കും. ഇങ്ങനെ തോർത്തൊക്കെ അവൾ സ്റ്റോർ റൂമിൽ കൊണ്ട് വിരിച്ചിടും. ഇവിടെയാണ് ഞങ്ങളുടെ തോർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് ഉണക്കുന്ന ഏരിയ. ശരിക്കും ഇങ്ങനത്തെ ഏരിയയൊക്കെ നമുക്ക് ശരിക്കും വേണം കേട്ടോ ഈ മഴക്കാലത്തൊക്കെ. ഇപ്പോൾ ആണെങ്കിൽ ഫുൾ ടൈം മഴയാണ്. അപ്പോൾ പപ്പടം ഞാൻ ആദ്യമേ എടുത്ത് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് സാമ്പാർ, പരിപ്പ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള പൊതിയും. ഈ ഒരു വീട്ടിൽ ഊണിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം കേട്ടോ. കാരണം മറ്റേതുണ്ടല്ലോ, ഞങ്ങൾ അന്ന് കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് ക്ഷീണിച്ച് ആക്രാന്തി കഴിച്ച് പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങുക. അതായിരുന്നു പരിപാടി. അപ്പം മോരുകറിയുണ്ട്, സാമ്പാറുണ്ട്. ഇത് മീൻകറിയാണ് കേട്ടോ. മീൻകറി അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പക്ഷേ ക്വാണ്ടിറ്റിയൊക്കെ ഭയങ്കര കുറവാണ്. ഒരാൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഞങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കും, പിന്നെ രാത്രിത്തേക്കും കൂടെ വെച്ചേക്കും. ചീത്തയൊന്നും ആവത്തില്ല. ഒരു 8 മണിയാകുമ്പോൾ എടുത്ത് കഴിച്ചാൽ അതേ കണക്ക് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ കറിയൊക്കെ എടുത്ത് മിക്സ് ചെയ്യാതിരുന്നാൽ മതി. ഇവിടെ ഞാൻ ഇതിനകത്ത് എന്ത് സാധനമൊന്നും വല്ല ആണോയെന്ന് വിചാരിച്ചാൽ അല്ല, കടുക് വറുത്ത് ഇട്ടേക്കുന്ന ആണ്. അതിനുശേഷം ഞാൻ ഓരോന്ന് നമുക്ക് പരിപ്പ് കറി വേണ്ടെന്ന് പറഞ്ഞു. മോര് കാച്ചിയതും സാമ്പാറൊക്കെ പക്ഷേ നമ്മൾ നേരത്തെ കൂട്ടുന്നതാണ് കേട്ടോ നല്ലത്. ഇനി അടുത്ത അവരുടെ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിയലുണ്ട്, മീൻ വറുത്തതുണ്ട്, കുറച്ച് കപ്പയുണ്ട്, അത് അച്ചാറും പിന്നെ ബീട്രൂട്ടും. അപ്പോൾ അതാണ് അവിയൽ, അച്ചാർ, ബീട്രൂട്ട്, കപ്പ, മീൻ വറുത്തത്. ഇത്രയാണ് ഇതിനകത്ത്. അതല്ലാതെ നമുക്ക് മോര് കാച്ചിയതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പരിപ്പ് കറിയുണ്ട്, സാമ്പാറുണ്ട്, ഇത്രയൊക്കെ തന്നെ. പിന്നെ മീൻ കറി, പരിപ്പ് കറി, സാമ്പാർ, മോര് കാച്ചിയത്, ഇത്രയും. പിന്നെ പപ്പടം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതേമാതിരി അതൊക്കെ അങ്ങ് അകത്താക്കി.
അന്നേരം ഞാൻ എൻ്റെ ഇതൊന്ന് കാണിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ഇവളുടെയാണ് കേട്ടോ, അവളൊന്നും പൊട്ടിക്കുന്നില്ല, അവൾക്ക് ഏതാണ്ട് ഒരെണ്ണം മതി എന്ന് പറഞ്ഞിരിക്കുക സതികുട്ടിക്ക്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പൊട്ടിച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയല്ലോ. അത് പിന്നെ 6 കഴിഞ്ഞുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് പിറ്റേ ദിവസം കഴിക്കുകയും ചെയ്യാം. അന്നേരം കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, കുറച്ച് പപ്പടം, പരിപ്പ്, ഇതൊക്കെ ആയിട്ട് ഈ സ്റ്റൈലായിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. കൊല്ലത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ ഏതാ എറണാകുളത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പരിപ്പൊക്കെ എന്ന് വെച്ചാൽ തൊടുകറി കണക്ക് ഇപ്പുറത്തോട്ട് വെച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞാൻ ഈയിടെ അവിടെ ഓണ സെലിബ്രേഷൻ പോയപ്പോൾ ഓഫീസിൽ നിന്ന് കഴിച്ചപ്പോൾ പരിപ്പൊക്കെ തൊടുകറി, ഞാൻ അവിടുത്തെ അവരത്ത് വയ്ക്കാം പരിപ്പ് എവിടെയെന്ന്. ഇവിടെ നിന്ന് വിചാരിച്ച പരിപ്പെന്ന് വെച്ചാൽ നല്ല സംഭവം, നല്ല കാരയായിട്ട് വയ്ക്കും. ഇതാ സാത്തിക്കുട്ടി കണ്ടോ ഫുള്ള് കുത്തി കയറ്റി, എൻ്റെ ദൈവമേ, അത് മൊത്തം കുഴച്ച് മിക്സ് ചെയ്ത്, അതെന്താണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറയാം, എൻ്റെ അച്ഛൻ്റെ ശീലമാണ്. അച്ഛൻ ഇങ്ങനെ എല്ലാം കുഴച്ചേ കഴിക്കത്തുള്ളൂ. അതേപോലെ തന്നെ സാത്തിക്കുട്ടി കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങ് കഴിക്കാം. ഇനി വൈകിട്ടാകുമ്പം നമ്മൾ ഹോളിഡേയ്സിന് വീട്ടിൽ ഇരിക്കാൻ നേരം മൊത്തത്തിൽ ഒരു വിശപ്പിൻ്റെ അസുഖം കാണുമല്ലോ. അപ്പം ഞാനൊരു ബണ്ണ് മേടിച്ച്, പിന്നെ ഒരു കട്ട്ലേറ്റ് മേടിച്ചു. ഇനി ബണ്ണിനകത്ത് കട്ട്ലേറ്റ് ആക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ സവാളയും പിന്നെ ടൊമാറ്റോ തക്കാളിയും കൂടെ അരിഞ്ഞിടുവാണെങ്കിൽ അതിൻ്റെ കൂടെ പിന്നെ ഇതുണ്ട്, ക്യാബേജും ഉണ്ട്. അരിഞ്ഞ് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്കൊരു ബർഗറിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. ഞാൻ പക്ഷെ അത്രയൊന്നും മെനക്കെട്ടില്ല, എനിക്ക് അത്രയൊന്നും മെനക്കെടാൻ വയ്യ. അങ്ങനെ 4 കട്ട്ലേറ്റും 4 ബണ്ണും ഒക്കെ മേടിച്ചു. പിന്നെ അമ്മയ്ക്ക് അല്ലാതെ കട്ട്ലേറ്റ് അല്ലാതെ വെച്ചിരിക്കുക. അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ കുറച്ചൊരു സോസും കൂടെ ഒന്ന് യൂസ് ചെയ്ത്, നമുക്കിഷ്ടമുള്ള സോസ്, മയണൈസ് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് പക്ഷേ ഇത് കുറച്ചൊരു ഹെവി ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാത്രി വേറൊന്നും കഴിച്ചില്ല. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കുമായിരുന്നു. കാരണം ഭയങ്കര ഹെവി ആയിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ പിന്നെ കുറച്ച് സമയമല്ലല്ലോ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് കാര്യം പറയുന്നത്. ഇത് അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അമ്മയും ഞാനും, ഞാൻ പറഞ്ഞില്ലേ അമ്മ വൈകുന്നേരം ആകുമ്പോൾ എത്തും. അമ്മയും ഞാനും സത്യം കൂടെ മുറ്റത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഈ വർക്ക് ഫ്രം വൈകുന്നേരമാണല്ലോ എൻ്റെ ജോലി. അപ്പം ഞാൻ ഈ സമയമൊന്നും കാണുന്നില്ല, സന്ധ്യ സമയം കാണുന്നില്ല, ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഇതാണ്. പകൽ മൊത്തം കിടന്ന് ഉറക്കം. അപ്പം ഇവിടെ നാട്ടുകാർക്കാണെങ്കിലും ഫുൾ അറിയാം കേട്ടോ. പകലൊന്നും ഇങ്ങോട്ട് ഒന്നും ആരും എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഫോണിലാണെങ്കിൽ കഴിയുന്നതൊന്നും വിളിക്കില്ല. എനിക്കങ്ങ് ഉറക്കമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ സ്കൂളിലെ കഥകളാണെങ്കിൽ എല്ലാ സ്റ്റോറീസാണ് ഞങ്ങളുടെ വീക്കെൻഡ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. അപ്പോൾ വീണ്ടും കാണാം.